ഹലോ, നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം. റീടച്ചിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പിൻപിൾസ്, മുഖത്ത് പിൻപിൾസുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ ഒന്ന് ക്ലിയർ ആയിട്ട് ശരിക്കും നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാച്ച് ടൂൾ യൂസ് ചെയ്യുക. കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഏതൊക്കെ ഭാഗത്താണ് പിൻപിൾസ് ഉള്ളത് ജസ്റ്റ് പാച്ച് ടൂളിനുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, അതിൻ്റെ റൗണ്ടിൽ കൂടെ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ അപ്പുറത്ത് ഒരു നല്ലൊരു ഭാഗമുള്ള ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ആ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് വലിച്ചു വെക്കുക. ഈസിയാണ് യൂസ് ചെയ്യാൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും. പിന്നെ ഹീലിംഗ് സ്പോട്ട് ബ്രഷ് ഉണ്ട്, അത് വെച്ചാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഹീലിംഗ് സ്പോട്ട് ബ്രഷ് ഈസിയാണ്. ആൾട്ട് ഞെക്കി പിടിക്കുക, നമുക്ക് വേണ്ട ഏരിയ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഹീലിംഗ് സ്പോട്ട് ബ്രഷ് യൂസ് ചെയ്യുക. ഇതിനൊക്കെ പാച്ച് ടൂളാണ് യൂസ് ചെയ്യുക. പാച്ച് ടൂൾ കൊണ്ട് നമ്മൾ ആ പിൻപിളുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് പിൻപിൾ കുറച്ചങ്ങോട്ട് നീക്കി വെക്കുന്നു. അപ്പോൾ അപ്പുറത്തെ ഏരിയയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത്. മറ്റ് പിൻപിളുള്ള ഏരിയയും ഇതും കൂടി മെർജ് ആവുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഈ കുറച്ചുകൂടി നല്ല ബ്യൂട്ടിഫുള്ളായി ചിത്രം കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫിൽറ്ററിൽ ഓയിൽ പെയിൻറ്റ് കൊടുക്കുന്നു. ഓയിൽ പെയിൻറ്റിൽ നമ്മൾ അത് മുഴുവൻ ലെസ് ചെയ്യുന്നു. ഫസ്റ്റത്തെ ലെസ് ചെയ്യുന്നു, രണ്ടാമത്തെ നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കുന്നു, മൂന്നാമത്തേൽ ലെസ് ചെയ്യുന്നു, നാലാമത്തേൽ നമ്മൾ കുറച്ച് ഒരു മാക്സിമം ഒരു സൈസിൽ വെക്കുന്നു, അഞ്ചാമത്തേൽ നമ്മൾ കൂട്ടുന്നു, ആറാമത്തേൽ നമ്മൾ ഫുള്ളായിട്ട് ലെസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു സ്കിൻ ട്യൂണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്കിൻ ട്യൂണാണ് നമ്മൾ ഫിലിമിലൊക്കെ പോസ്റ്ററായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സ്കിൻ ടോണാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്കതിന് കുറച്ച് കളറ് കൂട്ടി കൊടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളറിൻ്റെ കോൺട്രാക്ട്സ് എടുക്കുന്നു, കുറച്ച് കൂട്ടുന്നു. പഴയതിനേക്കാളും കുറച്ചുകൂടി നല്ല ബെറ്ററായിട്ട് നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി തൊട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.